ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 6-ലെ 2-ാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. ജംഘേ തലാതലമധോ സുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലെ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിർ വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ. കഴിഞ്ഞ ശ്ലോകത്തിൽ പാതാളലോകം, രസാതലം, മഹാതലം എന്നീ ലോകങ്ങൾ യഥാക്രമം വിരാട് പുരുഷൻ്റെ ഉള്ളംകാൽ, പുറവടി, കണങ്കാൽ എന്നീ അവയവങ്ങൾ ആണ് എന്നാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ ഇനിയും ബാക്കിയുള്ള ലോകങ്ങൾ ഭഗവത് സ്വരൂപത്തിൻ്റെ ഏതെല്ലാം അവയവങ്ങളായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ജംഘേ തലാതലമധോ സുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ. ജംഘേ കാൽവണ്ണകൾ, കണങ്കാൽ മുതൽ മുട്ടുവരെയുള്ള കാൽമുട്ടുവരെയുള്ള ഭാഗത്തിനെയാണ് കാൽവണ്ണ എന്ന് പറയുന്നത്. ജംഘേ എന്നിവിടെ പറയുന്നത് 2 കാൽവണ്ണകൾ തലാതലം, തലാതലം എന്ന ലോകം ആകുന്നു. അധോ അധഃ അതുപോലെ സുതലം, സുതലം എന്ന ലോകം, സുതലം ച സുതലം എന്ന ലോകം ആകട്ടെ ജാനു, ജാനു എന്നാൽ കാൽമുട്ട്, ജാനൂഹു 2 കാൽമുട്ടുകൾ, അങ്ങയുടെ 2 കാൽവണ്ണകൾ തലാതലം ആകുന്നു. അതുപോലെ സുതലമെന്ന് പറയുന്ന ലോകം ആകട്ടെ അവിടുത്തെ 2 കാൽമുട്ടുകളും ആണെന്ന് പറയപ്പെടുന്നു. കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ. കിഞ്ചോരുഭാഗയുഗളം, കിഞ്ച മാത്രവുമല്ല, ഊരുഭാഗയുഗളം, ഊരുഭാഗം തുട, യുഗളം 2, ഊരുഭാഗയുഗളം 2 തുടകൾ ആകട്ടെ വിതലാതലേ, വിതലം അതലം എന്നു പേരുകളായ ദ്വേ 2 ലോകങ്ങളും ആകുന്നു. മാത്രവുമല്ല, അങ്ങയുടെ 2 തുടഭാഗങ്ങളാകട്ടെ വിതലം അതലം എന്നു പേരായ 2 ലോകങ്ങളും ആകുന്നു. ഇനി അടുത്ത 2 വരികൾ നോക്കാം. ക്ഷോണീതലം ജഘനമംബരമംഗനാഭിർ വക്ഷശ്ച ചക്രനിലയ സ്തവ ചക്രപാണേ. ക്ഷോണീതലം, ക്ഷോണി എന്നാൽ ഭൂമി, ക്ഷോണീതലം ഈ ഭൂമിപ്രദേശം, ഈ ഭൂതലം ആകട്ടെ ജഘനം അരക്കെട്ട് ആകുന്നു. ഭഗവാന്റെ മനോഹരമായ അരക്കെട്ടാകുന്നു ഈ ഭൂമിപ്രദേശം ആയിരിക്കുന്നത്. അംബരം ആകാശമാകട്ടെ അംഗ അല്ലയോ ഭഗവാനെ, നാഭിർ നാഭിഹി അവിടുത്തെ പൊക്കിൾ പ്രദേശമാകുന്നു അല്ലയോ ഭഗവാനെ അംബരം ആകാശമായിരിക്കുന്നത്. ഭൂമി മുതൽ സൂര്യലോകം വരെയുള്ള പ്രദേശത്തെയാണ് ആകാശം അല്ലെങ്കിൽ ഭുവർലോകം എന്ന് പറയുന്നത്. ആ ഭുവർലോകമായിരിക്കുന്നു അല്ലെങ്കിൽ ആകാശ ഭാഗമായിരിക്കുന്നു അംഗ അല്ലയോ ഭഗവാനെ അവിടുത്തെ നാഭിഹി അവിടുത്തെ പൊക്കിൾ പ്രദേശം. വക്ഷശ്ച ശക്രനിലയ സ്തവ ചക്രപാണേ. വക്ഷശ്ച, വക്ഷഃ മാറിടം അല്ലെങ്കിൽ നെഞ്ച്, വക്ഷശ്ച മാറിടം ആകട്ടെ ശക്രനിലയ, ശക്രൻ ദേവേന്ദ്രൻ, ശക്രനിലയ ദേവേന്ദ്രൻ്റെ ആവാസസ്ഥലമായ സ്വർഗലോകം അല്ലെങ്കിൽ സ്വർലോകം ആകുന്നു. തവ അങ്ങയുടെ, തവ വക്ഷശ്ച അങ്ങയുടെ മാറിടമാകട്ടെ ദേവേന്ദ്രൻ്റെ വാസസ്ഥലമായ സ്വർഗലോകവും ആകുന്നു. ചക്രപാണേ സുദർശന ചക്രത്തെ പാണിയിൽ ധരിച്ചവനെ, സുദർശന ചക്രത്തെ കയ്യിൽ ധരിച്ചവനെ ചക്രപാണേ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ ഭഗവാനെ അങ്ങയുടെ കാൽവണ്ണകൾ തലാതലമെന്ന ലോകമാകുന്നു. കൂടാതെ സുതലം എന്ന ലോകമാകട്ടെ അങ്ങയുടെ 2 കാൽമുട്ടുകളും ആകുന്നു. മാത്രവുമല്ല അവിടുത്തെ 2 തുടകൾ അതലം വിതലം എന്നീ 2 ലോകങ്ങളും ആകുന്നു. അല്ലയോ അംഗ അങ്ങയുടെ മനോഹരമായ ആ അരക്കെട്ടാകുന്നു ഈ ഭൂമിലോകം ആയിരിക്കുന്നത്. നാഭിപ്രദേശം ആകാശവും അങ്ങയുടെ ചേതോഹരമായ
ആ മാറിടമാകട്ടെ ദേവേന്ദ്രൻ്റെ ലോകമായ സ്വർലോകവുമാണെന്ന് പറയപ്പെടുന്നു. അല്ലയോ ചക്രപാണേ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ജംഘേ തലാതലമധോ സുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിർവക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ. ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ജംഘേ തലാതലമധോ സുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിർവക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ. മൂന്നാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.